വേടൻ, അതാണ് നമ്മുടെ വിഷയം. വേടന്മാർ വേട്ടയാടപ്പെടുമ്പോൾ വേട്ടാവെളിയന്മാർ സ്വൈരവിഹാരം നടത്തുന്നു. ഇത്ര പരസ്യമായി, ഇത്ര ധാർഷ്ട്യത്തോടെ നിയമത്തിൻ്റെ ഇരട്ടത്താപ്പ് വെളിവായിട്ടുള്ള ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. മനുസ്മൃതി നിയമത്തിലെ സവർണർക്കുമോ അവർണർക്കുമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പഴയകാല കേരളത്തിൽ തന്നെ ഉന്നത കുലജാതർ ചെയ്ത തെറ്റ്, അതേ തെറ്റ് ചെയ്ത അധകൃതർക്ക് കഠിന ശിക്ഷയും, ഉന്നത കുലജാതർക്ക് ഒരേ തെറ്റ് ചെയ്ത ഉന്നത കുലജാതർക്ക് ലഘൂകരിച്ച ശിക്ഷയും അധകൃതർക്ക് കഠിന ശിക്ഷയും നൽകുന്ന സമ്പ്രദായമുണ്ടായിരുന്നതായി ചരിത്രത്തിൽ കാണാം, കേരളത്തിൽ പോലും. അതൊക്കെ അങ്ങനെയാണെങ്കിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, ജനാധിപത്യ ഇന്ത്യയിൽ ഈ രീതിയിൽ ഇന്ന് വേടൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെയുള്ള ഒരു നിയമത്തെ ഇത്ര പച്ചയായി, ഇത്ര പരസ്യമായി, ഇത്ര ധാർഷ്ട്യത്തോടെ ഇരട്ടത്താപ്പ് കാണിച്ച രീതി ഇതാദ്യമല്ലെങ്കിലും അപൂർവമാണെന്ന് തന്നെ പറയണം. കാരണം ഒരേ തെറ്റിൽ ചെയ്തു എന്ന് കരുതപ്പെടുന്ന രണ്ട് വ്യക്തികൾ അവരുടെ ജാത്യാടിസ്ഥാനത്തിൽ, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ജാതീയമായ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടുക എന്നുള്ളത് അത്യന്തം ലജ്ജാകരമായ ഒരു ഏർപ്പാടാണ്. അതും ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ ദൃശ്യമായി. ഇത് ഇത്രമേൽ ഈ വ്യക്തി കുറ്റവിചാരണക്കാരാൽ വേട്ടയാടപ്പെടാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലെ പരിഹാസ്യത വെളിവാകുന്നത്. കാരണം ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം അത്ര സാഹിത്യ അർത്ഥത്തിലൊന്നും വലിയ ഉന്നത നിലവാരം പുലർത്തുന്നതല്ലെങ്കിലും അദ്ദേഹം ചില സോഷ്യൽ സത്യങ്ങളെ, സാമൂഹ്യ സത്യങ്ങളെ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളതാണത്രേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഫലസ്തീനി പതാക പ്രദർശിപ്പിക്കുന്നതായി കാണാം ഒരു ഷോയിൽ. മറ്റൊരു ഗാനത്തിൽ ഇറാഖിലെ കടൽ തീരത്ത് അടിഞ്ഞ കൊച്ചു കുഞ്ഞിൻ്റെ ശവശരീരത്തെപ്പറ്റി പരാമർശിക്കുന്ന ഒരു പാട്ടും കേൾക്കുകയുണ്ടായി. മതി, ഇത് രണ്ടും തന്നെ ധാരാളമാണല്ലോ ഒരാൾ വേട്ടയാടപ്പെടാൻ, അയാൾ വേടനാണെങ്കിൽ പോലും. വേടൻ്റെ കാര്യത്തിൽ നിയമത്തിൻ്റെ സാങ്കേതികത കൃത്യമായി നടപ്പിലാക്കുമെന്നാണ് വനം മന്ത്രി പറയുന്നത്. പക്ഷേ അതേ മന്ത്രിസഭ മറ്റ് പലരുടെയും കാര്യത്തിൽ ഈ കൃത്യത കാണിക്കുന്നില്ല എന്നുള്ളത് തികച്ചും ആക്ഷേപകരമാണ്. അത് നമ്മുടെ ജനാധിപത്യ രീതിക്ക് കളങ്കമാണ്. വേടൻ്റെ സാഹിത്യവും കലയും ജീവിത കാഴ്ചപ്പാടുമായി യോജിക്കുകയോ വിയോജിക്കുകയോ ആവാം. അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം നിയമപരമായി വ്യാഖ്യാനിച്ച് അർഹമായ ശിക്ഷ കൊടുക്കുകയും ആവാം. പക്ഷേ വേടൻ മൂലം ഉണ്ടായ ഒരു അവസ്ഥ, സൃഷ്ടിക്കപ്പെട്ടൊരവസ്ഥയാണ് നിയമത്തിൻ്റെ ഇരട്ടമുഖം. അത് വേടൻ കേസിലൂടെയാണ് നമുക്ക് ഇത്ര ഭീകരമായി, ഇത്ര ബീഭത്സമായ ഈ മുഖം ദൃശ്യമായിട്ടുള്ളത്. കാരണം നിയമ നടത്തിപ്പിലെ ഇരട്ടത്താപ്പ് അത് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഇത്ര പ്രകടമായി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് PC ജോർജിൻ്റെ മറ്റ് സംഘപരിവാർ വ്യക്തികൾ വർഗീയ കലാപമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുമ്പോൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും മറ്റാരെങ്കിലും സൂചനയെങ്കിലും, മറ്റുള്ളവരുടെ സംഭാഷണത്തിൽ നേരിയ സൂചനയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ NIA തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ നിയമിക്കുകയും കർശനമായി നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും നിയമത്തിൻ്റെ ഈ ഇരട്ടത്താപ്പ് തോന്നിയിട്ടുള്ളതാണെങ്കിലും വേടൻ കാര്യത്തിൽ ഇത് കുറെ കൂടി ദൃശ്യമായി, പ്രകടമായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത. അതായത് വേടൻ ചെയ്ത തെറ്റ് തന്നെ ശിക്ഷ അറിയിക്കുന്നുണ്ട്.
പക്ഷേ അതേ തെറ്റ് അതേ ശിക്ഷാർഹമായ രീതിയിൽ ചെയ്ത മറ്റുള്ളവരെ അവരോടെടുക്കുന്ന സമീപനവും വേടനോടുത്ത സമീപനവും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നു. ഇതേ തെറ്റ് ചെയ്ത മറ്റു ചിലർക്ക് വേണ്ടി സർക്കാർ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതേ തെറ്റിൻ്റെ വലിയ ചെറിയ തോതിൽ ചെയ്ത മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിയമത്തിൻ്റെ എല്ലാ പൂർണ്ണ രൂപവും അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാൻ പോകുന്നു എന്ന് മന്ത്രി തന്നെ അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. ഇത് എത്രമാത്രം ഖേദകരമാണ്, ഭയാനകമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ശബ്ദിക്കാൻ കഴിയാത്തവരുടെ ശബ്ദമില്ലാത്തവരുടെ അല്ല, ശബ്ദിക്കാൻ കഴിയാത്തവരുടെ ശബ്ദം ഉച്ചത്തിൽ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കണം മറ്റേതോ പേരിലുണ്ടായിരുന്ന ഒരു വ്യക്തി വേടൻ എന്ന സ്റ്റേജ് നെയിം സ്വീകരിച്ച് പ്രകടനങ്ങൾ നടത്തുന്നത് എന്ന് കരുതാം. അതിൽ ആ യുവാവ് വിജയിക്കുകയും ചെയ്തു ഒരു വിധത്തിൽ, ഒരളവ് വരെ. ആ ഘട്ടത്തിലാണിത് ചിലരെ വിരളി പിടിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. വേടൻ ഉദ്ദേശിച്ച ഫലം കണ്ടു എന്ന് വേണം ഈ പശ്ചാത്തലത്തിൽ നമുക്ക് അനുമാനിക്കാൻ. കാരണം വേടൻ എവിടെയൊക്കെ ആരെയൊക്കെ കേൾപ്പിക്കണം, വിറപ്പിക്കണം എന്ന് കരുതിയിരുന്നോ അവരൊക്കെ കേട്ടു, വിറച്ചു, വിരളി പൂണ്ടു എന്ന് തന്നെയാണ് വേടനെതിരായ ഈ കരുനീക്കങ്ങളുടെ ഒക്കെ ആകത്തുകയായി നമുക്ക് കാണാൻ കഴിയുക. ഇത് വേടൻ്റെ അല്ലെങ്കിൽ വേടനെ പിന്തുണക്കുന്നവരുടെ വിജയമായിട്ടല്ല കാണേണ്ടത്. നമ്മുടെ നവോത്ഥാന ഫലങ്ങൾ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ക്രോസ് റോഡിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന വസ്തുത കൂടി ഈ വേടൻ സംഭവം, ഇതോടനുബന്ധിച്ച് സമാനമായ മറ്റ് നിരവധി സംഭവങ്ങൾ നിയമ നടത്തിപ്പിൽ തന്നെയാണ് പ്രധാനമായും അവ ദൃശ്യമായിട്ടുള്ളത്. അത് മുഴുവൻ നമ്മളോട് വിളിച്ചു പറയുന്നത് അത് തന്നെയാണ്. കാരണം നമ്മുടെ നവോത്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. വീണ്ടും ഒരു സംരംഭം അതേ രീതിയിൽ തുടങ്ങാൻ സമയമായോ എന്നതിനെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരാണെന്ന് പേരിന് പറയുന്നുണ്ടെങ്കിലും ഒരു കൂട്ടു ഗവൺമെൻറ്റിനെ പോലെയാണത്. കേന്ദ്ര ഗവൺമെൻറ്റുമായി കൂട്ടുചേർന്ന് അവരുടെ നയങ്ങളുമായി, കേന്ദ്രത്തിലെ ഗവൺമെൻറ് നയങ്ങളുമായിട്ടാണ് പലപ്പോഴും ഇവിടെ ചില വകുപ്പുകൾ, പ്രത്യേകിച്ച് ചില വകുപ്പുകൾ, പോലീസ് വകുപ്പ് ഉൾപ്പെടെ ചില വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രീതി കേന്ദ്ര സർക്കാരിൻ്റെ നയ രീതികളോടാണ് ഇതിന് സാമ്യം കൂടുതലായി തോന്നുന്നത്. കാരണം കേന്ദ്രത്തിൻ്റെ നയം അതേപടി നടപ്പിലാക്കുകയാണോ എന്ന് പലപ്പോഴും സംശയിക്കത്തക്ക രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ പല നടപടികളും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് വേണം ഇപ്പോഴുള്ള കേരളത്തിലെ ഭരണകൂടത്തെ കാണാൻ. അത് ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല ഈ പറയുന്നത്. നിരവധി കാര്യങ്ങളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് വേടൻ്റെ കാര്യം. ഏതായാലും അത് അവസാനത്തേതാകാൻ പോകുന്നില്ല. ഈ ഭരണകൂടം ഈ കേരളത്തിൽ നിലനിൽക്കുന്ന സമയത്തോളം കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ഇതേപടിയോ ഇതിനേക്കാൾ കഠിനമായ രീതിയിലോ ഇനിയും നടപ്പാക്കിയേക്കും എന്ന് തന്നെ വേണം കരുതാൻ. അത് സത്യത്തിൽ കേരള ജനതയെ കാര്യമായിട്ടൊന്നും ബാധിച്ചില്ലെങ്കിൽ പോലും ഇടതുപക്ഷ സർക്കാരിൻ്റെ തന്നെ ഭാവിയെ അത് ബാധിച്ചുകൂടായികയില്ല. ഇപ്പോൾ തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കാരണം എന്തുകൊണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നവർ അതിനെക്കുറിച്ച് തൽക്കാലം വേവലാതിപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ വേവലാതി ഉണ്ടെങ്കിലും, അകമേ വേവലാതി ഉണ്ടെങ്കിലും പുറമേ കാണിക്കാൻ പറ്റാത്ത ഏതോ നിസ്സഹായ അവസ്ഥ അവരെ പിന്തുടരുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ ഇല്ലാതാക്കുന്നത് വേടന്മാരെയല്ല, അവർ വേട്ടയാടുന്നത് വേടന്മാരെയല്ല, അവരെ തന്നെയാണ് അവർ വേട്ടയാടുന്നത് എന്ന് ഈ കേരളത്തിലെ ഈ ഗവൺമെൻറ് മനസ്സിലാക്കിക്കൊള്ളട്ടെ. വേടൻ ഒരു നിമിത്തം മാത്രമായിരിക്കാം, അതിലേക്ക് ഒരു ചൂണ്ടുപലക മാത്രമായിരിക്കാം ഇവരുടെ ഭാവിയെക്കുറിച്ച്, ഭാവിയിലെ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ച് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം, മറ്റൊരു സംഭവം കൂടിയായി വേടൻ സംഭവം മാറും എന്ന് കരുതാം, എന്ന് പറയാം.
ഇതിനു മുമ്പുണ്ടായ നിരവധി സംഭവങ്ങൾ വേറെയും ചൂണ്ടിക്കാട്ടാനുണ്ട്. അതിനിവിടെ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്ന് മാത്രം. ഏതായാലും വേടന് നീതി ലഭിക്കട്ടെ. വേടനെപ്പോലെ വേട്ടയാടപ്പെടുന്ന സകലർക്കും നീതി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.